Hi, hello, Makale. நான் உங்கள் அஜித். Actually, we are here at Trivandrum, one of the biggest festival in India. நிறைய சொல்லலாம் கும்பமேளா அதெல்லாம் மிஞ்சி ஒரு ஃபெஸ்டிவல் ஃபார் த காடஸ் தேவி அண்ட் பகவதி தேவி இஸ் காடஸ் அண்ட் கண்ணகி த ஹிஸ்டரி பிஹைண்ட் தட். அப்படிப்பட்ட ஒரு இடத்துல ஒரு கிட்டத்தட்ட ஒரு 20 லட்சம் 30 லட்சம் ஆள்காரி கூடி ஒரு பொங்கால மாதிரி ஒரு செலிப்ரேஷன் போட்டு ஒரு கின்னஸ் ரெக்கார்ட் வருஷம் இந்த பிப்ரவரி மார்ச் மாசம் நம்ம திருவனந்தபுரத்துல இந்த ஒரு விஷயம் நடக்கும். அதை பார்த்தா நம்ம இன்னைக்கு ஃபுல் வீடியோ பார்க்க போறோம். பார்ப்போம். Actually, in our vlog, we're gonna introduce a new person. And although I am a beginner, she comes to land with me like a teacher and Guru Shishyan. Let me introduce Lakshmi from Trivandrum. She inspired from my videos. Yes. And he came here to land YouTube. Yeah. I'm though a beginner. He thought I am a big pro level premium YouTuber. But she doesn't know about myself. I believe in him. Going to be ready to do. Actually, our Shishya, first time ആണോ പൊങ്കാല ഇടുന്നത്? No, actually this is my 4th or 5th time. But ഞാൻ കഴിഞ്ഞ ഒരു 4 years ആയിട്ട് ഇട്ടിട്ടില്ല because I was in Bangalore. So ഇപ്പൊ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇപ്പം ഇന്നാണ് ഇടുന്നത്. So I'm putting it after a long gap. How do you feel it? എന്താ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോ ഇട്ടിട്ടില്ല. ഞാൻ വന്നിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അമ്മ അങ്ങനെ പലതും പറയും. No, so it's very good. We feel എനിക്ക് പൊങ്കാലയെ കുറിച്ച് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ I see like lot of women coming together and we really help each other. So ആ യൂണിറ്റി ഒക്കെ കാണാൻ നല്ല രസമാണ്. ആൻഡ് there's a feeling of oneness which I really like. പിന്നെ നമ്മൾ ഒരു പൊങ്കാല ഇടാന്ന് വെച്ചാൽ നല്ല സ്ട്രഗിൾ ആണ് because we have to be in the heat, in the sun. പിന്നെ ഇതിൽ നിന്ന് പുകയടിക്കും. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ എത്ര മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നാലും ആഫ്റ്റർ ദ പൊങ്കാല വി ആർ വെരി ലൈക്ക് നമ്മളങ്ങ് ഭയങ്കര ഡൗൺ ടു എർത്ത് ആവും. So I feel it's a good ego buster to go through all of this struggle and finally namukku kittuna result is something so sweet, which is the payasam. So it's like life inde oru metaphor aanu alle nammal kore struggle cheyidittu adinte result eppozhum Sweet and I will taste it. Taste cheyidittu sweet aayakadillalo കാരണം ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട്. So it is definitely going to be sweet. പിന്നെ എത്ര സ്വീറ്റ് ആണെന്നൊക്കെ ഉള്ളത് കഴിക്കുന്ന ആൾക്കാരുടെ മനസ്സ് പോലെ ഇരിക്കും. ഓക്കെ, now you can't say that it's sweet enough.
ഞാൻ ലക്ഷ്മിയെ ഹയർ ചെയ്യാൻ കാരണം വന്ന് ഷീസ് ആൻഡ് ബെസ്റ്റ് ഇൻ ലിറ്ററേച്ചർ, കുറെ കാര്യങ്ങളൊക്കെ അറിയാം. സോ ആറ്റുകാൽ ദേവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞ കാര്യം എന്താണ്? വാട്ട് യു നോ അബൌട്ട് ആറ്റുകാൽ ദേവി? സോ ഇതിന്റെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഇസ് ബേസ്ഡ് ഓൺ തമിഴിൽ ഒരു ഫേമസ് കൃതിയുണ്ട് വിച്ച് ഇസ് കോൾഡ് സിലപ്പതികാരം. സോ അത് യു ക്യാൻ സീ ഇൻ ഡീറ്റെയിൽ അതില്. സോ ബേസിക്കലി കണ്ണകി വുമൻ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ റോങ്ലി അക്യൂസ് ചെയ്തിട്ട്, ഒരു ക്രൈമിന് റോങ്ലി അക്യൂസ് ചെയ്തിട്ട് പുള്ളിനെ ആക്ച്വലി കൊന്നു കളയും. സോ ഷീ ഫീൽസ് വെരി ആംഗ്രി, കാരണം തെറ്റാണ് ചെയ്തത്. ഹി വാസ് നോട്ട് അറ്റ് ഫോൾട്ട്, എന്നാലും പുള്ളിക്കാരനെ അങ്ങനെ കോർട്ടിൽ വെച്ച് കൊല്ലും. സോ പുള്ളിയുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്തിട്ട് ആ ദേഷ്യത്തിലും വിഷമത്തിലും ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഷീ ബേൺഡ് ദ സിറ്റി ഓഫ് മധുരൈ. അങ്ങനെ ആ സിറ്റി മൊത്തം കത്തിച്ചിട്ട് ബിക്കോസ് ഓഫ് ഹെർ ലവ് ആൻഡ് ഡിവോഷൻ ടുവേർഡ്സ് ഹെർ ഹസ്ബൻഡ് ആൻഡ് തെറ്റ് ചെയ്തപ്പം പുള്ളിക്കാരനോട് തെറ്റ് ചെയ്തപ്പോ വന്ന ദേഷ്യം സങ്കടം എല്ലാം കൊണ്ട് അതില് പുള്ളിക്കാരി ആ സിറ്റി കത്തിക്കും. അങ്ങനെ കത്തിച്ച ഫുൾ ദേഷ്യം വിഷമവും എല്ലാം കൂടെ വന്ന് ഒരു ഉഗ്രമൂർത്തിയായിട്ട് വന്ന് ആറ്റുകാൽ ഇപ്പൊ ക്ഷേത്രം ഇരിക്കുന്ന അടുത്ത് വന്ന് ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദിസ് ഈസ് മൈ നോളജ്. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ മിസ്സിംഗ് ആയിരിക്കും. അപ്പോ അങ്ങനെ വന്നിരുന്ന ദേവിക്ക് ഇവിടുത്തെ സ്ത്രീകള് ദേവിയെ ഒന്ന് സന്തോഷിപ്പിക്കാനും ഒന്ന് തണുപ്പിക്കാനും വേണ്ടിയിട്ട് അന്ന് കടുംപായസം ഉണ്ടാക്കി കൊടുത്തു. അപ്പം അത് അങ്ങ് തെളിച്ച് തൂവിയപ്പം ആ ഒരു ഇതില് ദേവിയുടെ മനസ്സ് ശാന്തമായി എന്നുള്ളതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ പുറകിലുള്ള ഒരു ഐതിഹ്യം. വേറെ കുറെ ഇതുണ്ട്. എന്റെ ലിമിറ്റഡ് നോളജിൽ എനിക്ക് ഇതാണ് അറിയാവുന്നത്. സോ ഇഫ് ഐ മിസ്ഡ് ഔട്ട് എനി ഡീറ്റെയിൽസ് കമന്റ് സെക്ഷനിൽ എഴുതുക, അല്ലെ? കമന്റ് സെക്ഷനിൽ എഴുതും. കമന്റ് സെക്ഷനിൽ തെറ്റായ തെറിയും വിളിക്കും, അതും കേൾക്കണോ? തെറ്റ് അല്ലെന്നാണ്, ഐ മീൻ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി ആൻഡ് ഐ ബിഗിനർ എന്ന് പറയുമ്പോ ഞാൻ കേട്ടിട്ടുള്ള കഥ ഇതാണ്. സോ ശിലപ്പതികാരമായിട്ടുള്ള റിലേഷനും ഇവിടെ വന്ന് ഇരുന്നപ്പം ഇവിടെ ഇങ്ങനെ നമ്മള് പൊങ്കാല ഇടുന്ന സമയത്ത് ഇങ്ങനെ സ്പീക്കറിൽ കുറെ ഭക്തിഗാനങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം അതും ഞാൻ ഇങ്ങനെ രാവിലെ തൊട്ട് കേൾക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ലിറിക്സിലും ഇതേ സ്റ്റോറി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മധുരാപുരി കത്തിച്ച കഥയും അത് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നതും അമ്മയ്ക്ക് ദേഷ്യം മാറി കുറച്ചൊന്ന് ഇതാക്കാനായിട്ട് നമ്മൾ പൊങ്കാല അർപ്പിച്ചതും പായസം ഉണ്ടാക്കിയതും അത് കണ്ടപ്പോ ദേവിക്ക് എന്താ പറയാ ഒരു മനസ്സിനൊരു ശാന്തി വന്നതും ഒക്കെ ഇങ്ങനെ പാട്ടുകളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. സോ മൈ നോളജ് കംസ് ഫ്രം ദെയർ. സോ ബാക്കി നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയും. ആക്ച്വലി ഇവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ ആറ്റുകാൽ ദേവി എന്ന് പറയുന്ന ഒരു തമിഴ് ഫ്ലുവൻ ദേവിയാണ്. കണ്ണകി എന്ന് പറയുന്ന ദേവിയാണ്. സോ ബട്ട് ഇവിടെ മലയാളീസ് മോസ്റ്റ് ഈ ദേവിനെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? നിങ്ങൾക്ക് എന്താ അറിയാം ഇതിനെ കുറിച്ച്? ദേവി തമിഴ്നാട്ടുകാരിയാണെന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. കാരണം ദേവി നമ്മുടെ ആളാണ് എന്നൊരു ചിന്തയാണ് ഉള്ളത്. പിന്നെ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഞാനിപ്പോ ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ട്. പക്ഷെ ഓരോ വർഷം കഴിയുന്തോറും ഇതിന്റെ ഒരു പുതുമ കൂടി വരുന്നതല്ലാതെ അയ്യോ കഴിഞ്ഞ തവണ ഇട്ടയാണല്ലോ ഈ വർഷം വേണ്ട എന്ന് തോന്നാറില്ല. ഓരോ വർഷം അത് ഇടണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തോന്നാറുണ്ട്. അത് ദേവിയുടെ ഒരു അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ ഒരു ആറ്റുകാൽ പൊങ്കാല നമ്മുടെ ദേവിയോടുള്ള ഒരു അർച്ചനയും നമ്മള് ദേവിയോടുള്ള ഒരു അടുപ്പവും നമുക്ക് ദേവിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നമുക്ക് ദേവിയോട് അത്രയും സ്നേഹം തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും എല്ലാ വർഷവും നമുക്ക് പൊങ്കാല ഇടാനെന്ന് ഉള്ള ആ ഒരു മനസ്സ് വരുന്നത്. അത്രയാണ് എനിക്ക് പറയുന്നത്. താങ്ക് യു. ഏതൊക്കെ ചുക്ക് നെയ്യും പഞ്ചസാരയും അല്ല നെയ്യും കൂടെ മതി, പഞ്ചസാര വേണ്ട. ടേസ്റ്റ് ആകുമ്പോൾ 9 ഐറ്റമാണ്
നമ്മൾ പൊങ്കാലയ്ക്ക് typically ഇടുന്നു. സോ ഐ എം പുട്ടിംഗ് ദ ലാസ്റ്റ് 9ാമത്തെ ഐറ്റം വിച്ച് ഇസ് ഗീ. സോ ഈ ഗീയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അമ്മ വീട്ടിലുണ്ടാക്കിയ ഗീ ആണ്. സോ സ്മെൽസ് വെരി ഗുഡ്, വെരി പ്യുവർ. അപ്പൊ ഇതെന്റെ ലാസ്റ്റ് 9th ഐറ്റം ആൻഡ് മൈ പൊങ്കാല പായസം ഇസ് ഡൺ. ഇതട്ടെ അഭിഷേകം അണിഞ്ഞുള്ളിൽ ആത്മോരാപാർന്നേരം ഗിരിതിരിയും തൂവീച്ചം ഇവിടെ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ ആരെ പൊങ്കാലയാണ് ബെറ്റർ, ബയാസ്ഡ് ഇല്ലാതെ ജെന്യൂൻ റിവ്യൂ വേണമെന്നാണ്. പറയൂ, ആരെ പൊങ്കാല വലിയ ബെറ്റർ? അത് രണ്ടും ഒരേപോലെ ആയിരിക്കും. കാരണം നമ്മൾ രണ്ടിലും ഇടുന്ന പിന്നെ എല്ലാ ഐറ്റംസും സെയിം ആണ്. അതുകൊണ്ട് പൊങ്കാല എല്ലാം ഒരേപോലെ ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ്. അത് പക്ഷെ നമ്മൾ ടേസ്റ്റിൻ്റെ വ്യത്യാസത്തിൽ പൊങ്കാല ആരുടെ നല്ലത് ഇതെന്ന് പറയത്തില്ല. അത് എല്ലാവരും ഇരുന്നത് അവരവരുടെ നേർച്ചയാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ ഒരു കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. ഇത് അമ്മയ്ക്ക് ചെയ്യുന്ന നേർച്ചയാണ്. വാട്ട് അബൌട്ട് യുവർ റിവ്യൂ? റെസിപ്പി ഒക്കെ സെയിം ആയാലും ആരാണ് ഇളക്കിയതെന്നാണ് ഉള്ളത് ഫാക്ട്. ആര് കത്തിച്ചത്, ആര് ഇളക്കിയത്, അതൊക്കെ നോക്കണല്ലേ. ആര് ഇളക്കി, ആര് അഴുകി കഴുകിക്കൊണ്ട് വന്നു, ആര് വെള്ളം കൊണ്ടുവന്നത്. അതെ അതെ, അത് കേരള വാട്ടർ അതോറിറ്റി. ശർക്കര ഇട്ടെന്റെ അടുത്താ. ഞാൻ ബിസി ആയിരുന്നു എന്റെ എനർജിക്ക്. ക്യാമറമാൻ്റെ അവിടെ ഹെവി ഫുഡാണെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക്. സുബ്രഹ്മണ്യം അമ്മയ്ക്ക് വേറെ ഉണ്ടല്ലോ, കൂടുതലുണ്ടോ അതൊക്കെ? ആ ഇതിൽ കുറച്ചത് റെഡി. സോ അടുത്ത് പറഞ്ഞ് ടേസ്റ്റ് ചെയ്തിട്ട് ആരുടെ പായസമാണ് ബെറ്റർ എന്ന് പറയും. ബട്ട് ഞാൻ പറയാം, അമ്മ എനിക്കെല്ലാം പ്രീ മിക്സ് ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ വന്ന് വെള്ളത്തിൽ ഇടുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ജോലി. അപ്പൊ 2 റെസിപ്പി ആരുടെയാണ്? ശ്രീകല. ഫുഡ് നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് വിശന്ന് വലിഞ്ഞു വരുമ്പോൾ നമ്മളത് ഇതാണ് ലോകത്തിലെ ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ഫുഡ്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. അതെ, പൊങ്കാലായിട്ട് കഴിഞ്ഞല്ലേ, പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? സോ നമ്മള് ഓരോന്നിനും ടൈമുണ്ട്. അതായത് അടുപ്പ് കത്തിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ മെയിൻ ഭണ്ഡാര അടുപ്പിൽ തീ കത്തുന്ന സമയത്താണ് നമ്മൾ ഇവിടെ കത്തിക്കുന്നത്. സോ അത് കത്തിച്ച് നമ്മൾ പായസം ഇട്ട് കഴിഞ്ഞു. നൗ ഇത് എന്താ പറയുമ്പോ നേദിക്കും അല്ലേ, നേദിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ഒരു 2:15 ആണ് ഇന്ന്. സോ അത് ഇറ്റ്സ് സിംബോളിക് ഓഫ് ദേവി നമ്മുടെ പായസം ആദ്യം കഴിച്ചു. അപ്പൊ നമ്മൾ പായസം ഉണ്ടാക്കി ഇപ്പൊ വെച്ചിട്ടുണ്ട്. ഇനി ദേവി അത് കഴിക്കും. ആ കഴിക്കുന്നതിന്റെ സിംബോളിക് ആണ് തളിക്കുക എന്ന് പറയുന്നത്, നേദിക്കുക എന്ന് പറയുന്നത്. അതിനൊരു സമയമുണ്ട്. അപ്പൊ ഇന്നത് 2:15 അപ്പം അതുവരെ നമുക്ക് ഇനി സമയമുണ്ട്. അപ്പൊ ഈ സമയത്ത് യൂഷ്വലി പൊങ്കാലയിടാൻ വന്നിട്ടുള്ളവര് അന്നദാനം കഴിക്കാൻ പോവും. പിന്നെ ചിലർക്ക് ഒരു ബിലീഫ് ഉണ്ട്, അവര് പായസം കഴിച്ചു കഴിഞ്ഞിട്ടേ അവര് ഫുഡ് കഴിക്കത്തുള്ളൂ, വെള്ളം പോലും കുടിക്കത്തുള്ളൂ. അതുവരെ അവര് ഫാസ്റ്റിങ്ങിലായിരിക്കും. അപ്പൊ ഇപ്പൊ അതിനൊക്കെ ഉള്ള സമയമാണ്. ഇപ്പൊ നമുക്ക് കുറച്ച് ചില്ല് ചെയ്യാം. അപ്പം സമയം ഇപ്പൊ 2:10. നമ്മളൊരു അടുപ്പിച്ചൊരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്തായിരുന്നു. ഈ വെയിറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഒരു ക്ഷീണമായിട്ട് തോന്നിയിട്ടുണ്ട്? സോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ പ്രോസസ്. പിന്നെ ഇത്തവണ എനിക്ക് തോന്നുന്നു വെയിറ്റിംഗ് ടൈം കുറച്ച് കൂടുതലായിരുന്നു. കാരണം നമ്മളൊരു 11:30-12 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ പൊങ്കാല ഇടുന്ന പ്രോസസ്സ് കഴിഞ്ഞു. 2:15 ഇപ്പൊ തളിക്കുന്നത്. അപ്പൊ നല്ല അത്യാവശ്യം നല്ല സമയം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ആ സമയത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ അവിടെ പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അങ്ങോട്ട് നോക്കിയാൽ അവരെല്ലാരും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന കാണാം. സോ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് തളിക്കും. തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പായസം കഴിക്കാം. അപ്പൊ തളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ യെസ് ഇനി അതിന്റെ ഫുഡ് റിവ്യൂ. അപ്പൊ എല്ലാരും അടുപ്പിന്ന് കലമൊക്കെ മാറ്റി വെച്ച് നമ്മളിനി ആ പോറ്റി വന്ന് നമ്മുടെ പായസം തളിക്കാൻ വേണ്ടി നമ്മൾ എല്ലാരും വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ എല്ലാരും എണീറ്റ് ആ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതവിടെ തളിച്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പൊ ഉടനെ ഇങ്ങോട്ട് വരുമായിരിക്കും. അപ്പൊ ആ സമയമാകുമ്പോൾ നമ്മള് കലം അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളത് എടുത്തോണ്ട് വീട്ടിൽ പോകും. ആൻഡ് അതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ പൊങ്കാല നമ്മള് മംഗളകരമായി ഫിനിഷ് ചെയ്തു. സബ്സ്ക്രൈബ്. നമുക്ക് ഇനി റിവ്യൂ കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് എൻഡ് ഓഫ് വീഡിയോ. കഴിഞ്ഞിട്ട് പറയാം. റിവ്യൂ നമുക്ക് കട്ട് ചെയ്യാം. എക്സ്പീരിയൻസ് പൊങ്കാല എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും പൊങ്കാല നന്നായിരുന്നു. ഇനി അടുത്ത വർഷത്തേക്കുള്ള പൊങ്കാലയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. എല്ലാം നന്നായിട്ട് നടന്നു. ഭക്തജനങ്ങളെ ശ്രദ്ധയ്ക്ക് ഭക്തജനങ്ങൾ എല്ലാവരും പൊങ്കാലയൊക്കെ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ തളിക്കാനായിട്ട് പുണ്യവെള്ളം തളിക്കാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ വർഷത്തെ 2026 പൊങ്കാല കഴിഞ്ഞു. ഇനി 2027 പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. Guys, now we are gonna taste Sri Kala Teachers Payasam. എവിടെ സാധനം അവിടെ? ഇത് ബിഗ് കല. Wow, Looks too good. too good. But the fact is, Strong competition. the fact is, both the recipes are from Sri Kala Sri Kumar. Proportion. Inversion. Ingredients. എനിക്ക് Mix ചെയ്ത് കഴിക്കാം. എന്തോ ഒരു ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. കുറച്ച് മതി. How is it? Opponents. Payasam. Opponent means this is good. This is Something. Actually, we are tasting Sri Kala Teachers Payasam. First. No, Kala. Lakshmi. Oh, it's Lakshmi's Payasam. Sorry. കൊള്ളാം കൊള്ളാം. She is a pro chef cook making sense. ഞങ്ങളെ പായസം കുറിച്ച് എന്തെങ്കിലും പറയൂ. 2 words. തേങ്ങ ഇച്ചിരി കൂടിപ്പോയി. But yeah, everything else is, I think it's good. I can taste my mom's ghee. Yeah, but so far so good. Now next we'll try Amma's payasam. Yeah, To please compare. bring it. Sorry, Sri Kala Teachers want it. Yeah. But both are good. Both are absolutely എന്തോ good. ഒരു ടേസ്റ്റ് ഇതിനല്ലേ? Yeah. So we're gonna finish this video from here. Like, share, subscribe, and our new team member Lakshmi Sri Kumar. Please support Coming in more videos. more videos.